നമസ്കാരം. എല്ലാവർക്കും നേരം ഓൺലൈനിലേക്ക് ഹാർദവമായി സ്വാഗതം. സ്വാമിയെ ശരണോ അയ്യപ്പ. മണ്ഡലകാലത്തിൻ്റെ പുണ്യദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപനത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം. കേരളത്തിൽ അഞ്ജന പാഷാണം എന്ന അമൂല്യമായ ശിലയിൽ തീർത്ത ഒരു വിഗ്രഹമുള്ള ഒരു സ്ഥലത്തെപ്പറ്റി ഒരുപക്ഷെ പലരും കേട്ടിരിക്കാനിടയില്ല. അതേപോലെ തന്നെ അയ്യപ്പൻ്റെ വിവാഹ നിശ്ചയം നടന്ന ഒരു സ്ഥലത്തെപ്പറ്റി ഒരുപക്ഷെ സാമാന്യ ജനങ്ങൾ കേട്ടിരിക്കാനുള്ള സാധ്യത കുറവാണ്. 7 നേരം പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം. നമുക്കറിയാം, മഹാക്ഷേത്രങ്ങളിലൊക്കെ 5 പൂജകളാണ്. എന്നാൽ 7 നേരം പൂജ നടക്കുന്ന അത്യപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രം. ഈ സംഗതികളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്വാമിയെ ശരണോ അയ്യപ്പ. അയ്യപ്പൻ്റെ ചരിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പന്തളം, എരുമേലി, കുളത്തൂർ പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ അതിൻ്റെ ചരിത്രപരമായും എല്ലാ തരത്തിലും അതിന് പ്രാധാന്യമുള്ളതാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതിലെ കുളത്തൂർ പുഴയിലെ ബാലകനായിട്ടാണ് അയ്യപ്പനുള്ളതെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള അയ്യപ്പനാണ് ആര്യങ്കാവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അച്ചൻകോവിലാവട്ടെ ഗൃഹസ്ഥാശ്രമിയായിട്ടാണ്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ സങ്കേതങ്ങളെക്കാളും വലിയൊരു പ്രാധാന്യം ഉള്ള ഒരു ക്ഷേത്രമാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. മറ്റുള്ള ക്ഷേത്രങ്ങൾ ശാസ്താവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇത് കൂടുതലും അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ 7 പൂജകൾ നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഒരുപക്ഷെ ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രമായിരിക്കും. ഇവിടുത്തെ വിഗ്രഹം എന്ന് പറയുന്നത് അഞ്ജന പാഷാണം എന്ന അത്യപൂർവമായിട്ടുള്ള ശിലയിൽ നിർമ്മിച്ചതായിട്ടാണ് പറയുക. ഇത് കാലക്രമത്തിൽ പിന്നീട് അത് ഉടഞ്ഞു പോവുകയും പിന്നീട് പഞ്ചലോഹത്തിൽ തീർത്ത വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തിനെ ഒരു മൂലയിലേക്ക് മാറ്റിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുക. ഈ വിഗ്രഹം ഉടഞ്ഞു പോയെങ്കിലും അതിൻ്റെ ചൈതന്യത്തിൻ്റെ ശക്തി വളരെ വലുതാണ് എന്നതുകൊണ്ട് അത് ഇപ്പോഴും അവിടെ പൂജ നടത്തിപ്പോരുകയാണ്. അങ്ങനെ പ്രധാന പ്രതിഷ്ഠ ഒരു മൂലയ്ക്കോട്ട് മാറിയിരിക്കുന്ന രീതിയിൽ പ്രതിഷ്ഠ നടത്തപ്പെട്ടിരിക്കുന്ന അപൂർവം ക്ഷേത്രവും കൂടിയാണ് ഈ ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ നടക്കുന്ന ഒരു അത്യപൂർവമായ ചടങ്ങാണ് പാണ്ഡ്യൻ മുടിപ്പ് എന്ന് പറയുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. വളരെ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമായിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഭഗവാൻ അയ്യപ്പൻ തൻ്റെ ആയോധന വിദ്യയിൽ കൂടുതൽ പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി പാണ്ഡ്യരാജാവ് അദ്ദേഹത്തിനെ മധുരയിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ മധുരയിലെത്തിയ അയ്യപ്പസ്വാമി അവിടുത്തെ ആയോധന മുറകളെല്ലാം പഠിച്ച് തിരികെ ആര്യങ്കാവിലേക്ക് എത്തിച്ചേർന്നു. ഈ മധുരയിലെ സൗരാഷ്ട്ര എന്ന് പറയുന്ന അഗ്രഹാരത്തിലെ സുന്ദരിയായ പുഷ്കല എന്ന് പറയുന്ന ആ മഹിളാരത്നം ഈ അയ്യപ്പനിൽ ആകൃഷ്ടനാവുകയും അദ്ദേഹത്തെ മനസ്സ പുഷ്കലാദേവി വരിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പുഷ്കലാദേവി ആര്യങ്കാവിലെത്തി തൻ്റെ ആഗ്രഹം അയ്യപ്പസ്വാമിയോട് പറയുന്നു. എന്നാൽ അയ്യപ്പസ്വാമി പറയുന്നു, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാളാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വേറെയാണ്. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബ ജീവിതം സാധ്യമല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയാണ്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ദേവി, അതുകൊണ്ട് തന്നെ അയ്യപ്പൻ അതിൽ മനസ്സലിവ് തോന്നിയിട്ട് പുഷ്കലാദേവിയോട് മാമ്പഴത്തറയിൽ പോയി ഉപവിഷ്ടയാകുവാനായിട്ട് നിർദ്ദേശിക്കുകയാണ്. മണ്ഡലകാലത്തിലെ അവസാന ദിവസങ്ങളിൽ ഇതിൽ നമുക്ക് കല്യാണ നിശ്ചയമൊക്കെ നടത്തി തിരുക്കല്യാണം നടത്താം എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഇതിൽ സന്തുഷ്ടയായ ദേവി മാമ്പഴത്തറയിൽ പോയി ഉപവിഷ്ടയാവുകയും ചെയ്യും.
അങ്ങനെ മണ്ഡലകാലത്തിൻ്റെ 39ാമത്തെ ദിവസം നിശ്ചയ ചടങ്ങുകൾ, അതിന് പറയുക പാണ്ഡ്യൻ മുടിപ്പ് എന്നാണ് പറയുക. അത്തരത്തിൽ പാണ്ഡ്യൻ മുടിപ്പും 40ാമത്തെ ദിവസം തിരുക്കല്യാണവും നിശ്ചയിച്ച് അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോഴും ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇന്നും മധുരയിലെ സൗരാഷ്ട്ര എന്ന് പറയുന്ന അഗ്രഹാരത്തിൽ നിന്നുമുള്ള നിരവധി ആൾക്കാർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുന്നു. വധുവിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഈ മധുരയിലെ സൗരാഷ്ട്രീയരായിട്ടുള്ള അഗ്രഹാരത്തിലെ ആൾക്കാർ എത്തിച്ചേരുക. വരൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും മറ്റുള്ളവരുമൊക്കെയാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഈ ചടങ്ങുകൾ, യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളെല്ലാം തന്നെ കേരളീയ രീതിയിലും ക്ഷേത്രത്തിന് പുറത്തുള്ള ചടങ്ങുകളെല്ലാം തമിഴ് ആചാരപ്രകാരവുമാണ് ഇവിടെ നടക്കുന്നത്. അത്തരത്തിൽ ഈ നിശ്ചയം എന്ന് പറയുന്ന പാണ്ഡ്യൻ മുടിപ്പ് 39ാമത്തെ ദിവസം, 40ാമത്തെ ദിവസം തിരുക്കല്യാണത്തിൻ്റെയും ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും നടന്നു പോരുന്നു. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത്. മാമ്പഴത്തറയിലുള്ള ദേവിയെ ദീപത്തിൽ ആവാഹിച്ച് അത് ദീപജ്യോതി ഘോഷയാത്രയായിട്ടാണ് ആര്യങ്കാവിലേക്ക് എത്തിച്ചേരുക. ഭക്തജനങ്ങളുടെ എല്ലാം സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി അത് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അങ്ങനെ 39ാമത്തെ ദിവസം പാണ്ഡ്യൻ മുടിപ്പ് നടത്തി 40ാമത്തെ ദിവസം തിരുക്കല്യാണത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന വേളയിൽ ദേവി രജസ്വലയായി പോയി എന്നാണ്. അങ്ങനെ ഇതിനെ തുടർന്ന് ആ കല്യാണം അവിടെ നിർത്തിവെക്കേണ്ടി വരികയാണ്. അപ്പം ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നും ഒരു ചുമന്ന പട്ട് ആ രജസ്വലയായതിൻ്റെ പ്രതീകമായിട്ട് ഉയർത്തി കാണിച്ച ആ ചടങ്ങുകൾ അവിടെ അവസാനിപ്പിക്കും. തിരുക്കല്യാണത്തിൻ്റെ ചടങ്ങുകൾ അവിടെ അവസാനിപ്പിക്കും. പിന്നീട് ദേവിയെ മാറ്റിയിരുത്തിയ ശേഷം ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളെല്ലാം തൊട്ടടുത്ത ദിവസം നടത്തുന്നതോടുകൂടിയാണ്, അതായത് 41ൻ്റെ അന്ന് ഈ ശുദ്ധി കലശങ്ങൾ പോലുള്ള ചടങ്ങുകളെല്ലാം നടത്തുന്നതോടുകൂടി ഉത്സവം അവിടെ പരിസമാപ്തിയാവും. ഇതാണ് ഈ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ഈ പാണ്ഡ്യൻ മുടിപ്പ് എന്ന് പറയുന്ന വളരെ വിശേഷമായിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അഞ്ജന പാഷാണത്തിൽ തീർത്ത വിഗ്രഹം, 7 നേരം പൂജയുള്ള ക്ഷേത്രം, അകത്ത് കേരളീയ രീതിയിലും പുറത്ത് തമിഴ് ആചാരപ്രകാരവും ചടങ്ങുകൾ നടക്കുന്ന അത്യപൂർവമായിട്ടുള്ള ക്ഷേത്രം, ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ കൗമാരാവസ്ഥയിലുള്ള ക്ഷേത്രം, ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. വളരെ ഭക്തിനിർഭരമായിട്ടുള്ള ഈ ചടങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ശ്രേയസ്കരമായിട്ടുള്ളതാണ്. വിവാഹം നടക്കാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം തന്നെ വിവാഹം നടക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടാണ് ഈ ദർശനമൊക്കെ പറയുന്നത്. ഇവിടെ വഴിപാടുകൾ നടത്തുന്നത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ ഉത്തമമാണ് എന്നാണ് പറയുക. അയ്യപ്പൻ്റെ അനുഗ്രഹം അവിടെ തൻ്റെ വിവാഹം അവിടെ അങ്ങനെ മുടങ്ങിപ്പോയെങ്കിൽ പോലും അത് മറ്റുള്ളവർക്കെല്ലാം അത് നല്ല രീതിയിൽ ഭവിക്കട്ടെ എന്നുള്ള അനുഗ്രഹം അയ്യപ്പൻ്റെ എന്നും ഉണ്ടാവുന്നു എന്നാണ് എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത്. ഈ ദിവസം കൊടുക്കപ്പെടുന്ന പ്രധാനമായിട്ട് പ്രസാദമായിട്ട് കൊടുക്കുന്ന മംഗല്യ ചരട് അണിയുന്നത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും വിവാഹം എളുപ്പത്തിൽ നടക്കുന്നതിന് ഉത്തമമാണെന്നാണ് പറയുക. ഈ മംഗല്യച്ചരട് അന്നേ ദിവസം മാത്രം കിട്ടുന്ന ഒന്നാണ്. അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ് ആ ദിവസങ്ങളിൽ നമുക്ക് ക്ഷേത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. ഇത്തരത്തിൽ ഈ അഞ്ജന പാഷാണം നമ്മൾ സുബ്രഹ്മണ്യനെ പോലെ തന്നെ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഔഷധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ആലപ്പുഴയിലുള്ള തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വല്യെണ്ണ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ അയ്യപ്പൻ്റെ കയ്യിലിരിക്കുന്ന കലശം എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ അമൃത കലശമാണ്, അല്ലെങ്കിൽ അത് ആയുർവേദ വിധിപ്രകാരമുള്ള ചില മരുന്ന് കൂട്ടുകളുടെ കലശമാണെന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള ഭാവത്തിൽ നിരവധി അയ്യപ്പൻ്റെ വിഗ്രഹങ്ങൾ, ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആ പുണ്യപുരാതനമായിട്ടുള്ള നമ്മൾ ഒരു ദിവസം തന്നെ ഈ കുളത്തൂർ പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നിങ്ങനെയുള്ള 3 സ്ഥലങ്ങളിൽ ദർശനം നടത്തുന്ന വളരെ വിശേഷമാണെന്നാണ് പറയുക. നമ്മുടെ കടുത്തുരുത്തി, ഏറ്റുമാനൂർ, വൈക്കം ഇത് ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നത് പോലെ തന്നെ ഇത് ഈ 3 ക്ഷേത്രങ്ങളും ഒരു ദിവസം ദർശനം നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദർശനം കൊണ്ട് പോലും നമുക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശിസുകൾ ലഭിക്കുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള സന്നിധിയാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. അവിടുത്തെ തിരുവുത്സവത്തിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു.
ഈ മണ്ഡലത്തിൻ്റെ സമാപനത്തോടു കൂടി അതിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും. ഈ ദേവിയും ദേവൻ്റെയും കൂടെയുള്ള തിരുക്കല്യാണത്തിൻ്റെ ഉള്ള ആ വലം വെപ്പ് പോലുള്ള ചടങ്ങുകളെല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ട ഒന്നാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടുന്ന ഭക്തി നിർഭരമായിട്ടുള്ള ചടങ്ങുകളാണ് അതെല്ലാം തന്നെ. പത്രത്തിൽ ഭഗവാൻ ആയോധന വിദ്യ പഠിച്ചത് ഇത്തരത്തിൽ മധുരയിൽ നിന്നാണ് എന്നൊക്കെ ഈ ചരിത്രങ്ങളിൽ നമുക്ക് സാക്ഷ്യപ്പെടുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശിസുകൾ എല്ലാ ഭക്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു മണ്ഡലകാലം അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇനി മകരവിളക്കുകളായി, മരവിളക്കിൻ്റെ സമയമായി. ഇതെല്ലാം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതിനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് കുറഞ്ഞപക്ഷം ശരണം വിളിക്കുകയെങ്കിലും ചെയ്യുന്നത് പോലും ഏറ്റവും ശ്രേയസ്കരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനേ ശരണമയ്യപ്പ, വില്ലാളി വീരനേ ശരണമയ്യപ്പ.